അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ സൈറ്റ് വരുന്നത് ചൊവ്വല്ലൂർപ്പടി മന്നിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൈറ്റ് വരുന്നത്. ഈ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിന്റെ ടോപ്പിൽ നിന്നാണ് നമുക്ക് ട്രസ് വർക്ക് ചെയ്തെടുക്കാനുള്ളത്. 6x3 റെക്ടാംഗിൾ പൈപ്പാണ് നമ്മൾ ഇതിനായിട്ട് ട്രസ്സിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 4x4 സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഇതിന് പോസ്റ്റിനായിട്ട് ഉപയോഗിച്ചുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ട്രസ് എല്ലാം കയറ്റി പർലിങ്ങാടിയൊക്കെ നമ്മൾ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. പാത്തി ക്ലാമ്പ് വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഷീറ്റ് അടിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ഷീറ്റ് അടി ഇപ്പം എല്ലാം കഴിഞ്ഞു. ഇനി അവസാന വട്ട പെയിന്റിങ്ങിന് കിടക്കുക. നമ്മുടെ ഇവിടുത്തെ സൈറ്റിലെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിലുള്ള പോലെ ഈ വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇക്കോട് ചോദിക്കാം. ഷമീർ ബാബു എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആ ഇക്കോട് തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ. ബാ, നമസ്കാരം. നമ്മുടെ വർക്കിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുള്ളിനെ കാണുന്നത് സോഷ്യൽ മീഡിയ വഴിക്കാണ് കാണുന്നത്. വർക്ക് എല്ലാം സൂപ്പറാണ്. മാത്രമല്ല പറഞ്ഞതിൽ നേരത്തെ തന്നെ ആള് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് ആളെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എല്ലാ വർക്കും കൂടെ ഒരുമിച്ച് അങ്ങനെ വാരി വലിച്ചെടുക്കില്ല. ഒരേ വർക്ക് കഴിഞ്ഞ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾ ചെയ്യുന്നത്. വർക്കെല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഇത് 22 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ ടോപ്പ്. അത്രയും ഹൈറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ എന്താ അതിന്റെ കാരണം? ഹൈറ്റിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ മേളിൽ നിന്ന് ഇതുപോലെ ആൾക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനും അതുപോലെ തന്നെ എല്ലാവരെയും കണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ വാർപ്പിന്റെ അടിയിൽ നിന്നാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ റൂഫ് ചെയ്യുള്ളത്. ഇത് സെക്കൻഡ് ഫ്ലോറിന്റെ മെയിൻ വാർപ്പിന്റെ താഴെ നിന്നാണ് ചെയ്തത്. അപ്പൊ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 22 അടി ഹൈറ്റ് ഉണ്ട്. ഇത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മുന്നേ ഇതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളമെല്ലാം അങ്ങനെ അടിച്ചിരുന്നു. തീരെ ഇരിക്കാൻ പറ്റില്ല. മാത്രമല്ല നമ്മളെ ജനലൊക്കെ ഈ പറഞ്ഞ പോലെ ആകെ നാശമായിട്ട് കംപ്ലീറ്റ് ചെതല് വന്നുകൊണ്ടിരിക്കുക വെള്ളം അടിച്ചിട്ട്. അതെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഓവറോളൊക്കെ നോക്കുമ്പോൾ സൂപ്പർ 100%. കുഴപ്പമില്ല. വേറൊരു പ്രത്യേക കാര്യം പറഞ്ഞാൽ ഒരുപാട് ടീംസിനെ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇത്രയും ഹൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം അവർ പറയുന്നത് വെച്ചാൽ പിന്നെ ഇത്രയും ഹൈറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ലാസ്റ്റ് നമ്മളെ അഖിലേഷ് ഭായിനെ ഞാൻ സമീപിക്കുകയും ആള് ഈ വർക്കിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്തു തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. എന്തായാലും വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സൂപ്പർ വർക്കാണ്. എല്ലാവരും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ആളെ കോണ്ടാക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഭംഗിയാക്കുക. അതെ. അപ്പോ ഈ രീതിയിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിന് നിങ്ങളുടെ ഫ്രണ്ട്സിന് അവരുടെ വീടുകൾ ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫുൾ കോൺടാക്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.